5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച സമുദ്രാന്തർ കേബിൾ ശൃംഖലയൊരുക്കാൻ പ്രോജക്ട് വാട്ടർ വർത്ത് എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റ. ഇന്ത്യയെ അമേരിക്കയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ കൂടുതൽ ദൂരത്തിൽ വരുന്ന കേബിൾ ശൃംഖല 2039ഓടെ പൂർത്തിയാക്കാനാണ് മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കേബിൾ സ്ഥാപിക്കാൻ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ ഇന്ത്യ പങ്കാളിയാകും. ഈ ഭാഗത്തെ കേബിളിന്റെ പരിപാലനവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കാനും ധാരണയായിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രാന്തർ കേബിൾ ശൃംഖലയായിരിക്കുമിത്. നിലവിൽ ഉള്ളവയേക്കാൾ അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള കേബിൾ ശൃംഖലയുടെ ശേഷിയും വളരെ ഉയർന്നതായിരിക്കുമെന്ന് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ അതിവേഗത്തിലുള്ള ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് ടെലികോം കമ്പനികൾ ഉപയോഗിക്കുന്നത് സമുദ്രാന്തർ കേബിൾ ശൃംഖലയെയാണ്. മെറ്റയുടെ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യ, അമേരിക്ക, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാകും. തീരദേശങ്ങളിൽ കപ്പലുകൾ പോകുമ്പോഴും മറ്റും കേബിളുകൾക്ക് കേടുവരാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാകും ഇവ സ്ഥാപിക്കുക. ആഗോളതലത്തിൽ ഡിജിറ്റൽ ഹൈവേ ശക്തിപ്പെടുത്തി ആശയവിനിമയ രംഗത്ത് മുൻനിരയിലേക്ക് ഉയരാനും പദ്ധതിയിലൂടെ മെറ്റ ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമുദ്രാന്തർ കേബിൾ ശൃംഖലയ്ക്കായി ബില്യണുകൾ നിക്ഷേപിക്കുകയാണ് ഫേസ്ബുക്കും വാട്സാപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകമ്പനിയായ മെറ്റയും. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പ്രോജക്ട് വാട്ടർ വർത്ത് കേബിൾ ശൃംഖല ഇന്ത്യ, US, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രധാന രാജ്യങ്ങളിലൂടെ കടന്നുപോകും. പ്രോജക്ട് വാട്ടർ വർത്ത് പൂർത്തിയാകുന്നതോടെ സമുദ്രാന്തർ കേബിളുകൾ വഴി ഇന്ത്യയും അമേരിക്കയും ബന്ധിപ്പിക്കപ്പെടും. കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാട്ടർ വർത്ത് കേബിളുകൾ സ്ഥാപിക്കാനുള്ള പണം ഇന്ത്യ കണ്ടെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണി അടക്കമുള്ള ജോലികളിലും ഇന്ത്യ സഹകരിക്കുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്ന് എന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്ത്യയിൽ നിക്ഷേപണത്തിന് മെറ്റ തയ്യാറെടുക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയിൽ മെറ്റയുടെ സേവന നിലവാരം വർദ്ധിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയതും കപ്പാസിറ്റിയുള്ളതും സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതുമായ വാട്ടർ വർത്ത് സമുദ്രാന്തർ കേബിൾ ശൃംഖലയിലൂടെയാണ് ഇന്ത്യയെയും അമേരിക്കയെയും മറ്റ് പ്രധാന രാജ്യങ്ങളെയും ബന്ധിപ്പിക്കാൻ പോകുന്നത്. ഇതുവഴി മെറ്റയുടെ ആപ്പുകളുടെയും സേവനങ്ങളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ നിക്ഷേപമെന്നും മെറ്റ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആഗോളതലത്തിൽ 3600-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയിടുന്നതായി ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റ അറിയിപ്പ് നൽകിയിരുന്നു. 5% ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് അറിയിച്ചിരുന്നത്. മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പിരിച്ചുവിടാനുള്ള നീക്കത്തിലേക്ക് കമ്പനി എത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മെറ്റ AI-യിലും മെഷീൻ ലേണിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. അതിനാൽ കൂടുതൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരെ നിയമിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്